10ാം ക്ലാസ്സിലെ മക്കളുമാരെ ദ വേ ടു സക്സസ് എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സൗണ്ട് എന്ന ചാപ്റ്ററിലെ 2 വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിരുന്നു. അതിൻ്റെ തുടർച്ചയാണ് ഇത്. അപ്പോൾ 1 by 1 ആയിട്ട് നിങ്ങൾ വീഡിയോ കണ്ടാൽ ഒരു ചാപ്റ്ററിൻ്റെ കാര്യങ്ങൾ തുടർച്ചയായിട്ട് നിങ്ങൾക്ക് കിട്ടും. ടെക്സ്റ്റ് വായിക്കണം. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങൾ അതെല്ലാം നിങ്ങൾക്കറിയാവുന്നതാണ്. ഇനി ഈ ബോർഡിൽ എഴുതിയിട്ടിരിക്കുന്നത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കിക്കളയാം. തരംഗചലനം. എന്ത് തരംഗചലനം? സംസാരിച്ചാൽ ആ ശബ്ദവർജനം എല്ലാ ഭാഗത്തേക്കും പ്രേഷണം ചെയ്യുന്നില്ലേ? സൂര്യൻ ഉൽപ്പാദിപ്പിക്കുന്ന ആ എനർജി എല്ലാ ഭാഗത്തേക്കും പോകുന്നില്ലേ? ഒരു സുനാമി ഉണ്ടായാലോ ആ എനർജി എല്ലാ ഭാഗത്തേക്കും പോകുന്നില്ലേ? അപ്പൊ ഒരു ഭാഗത്തുണ്ടാകുന്ന ഊർജം മറുഭാഗങ്ങളിലേക്ക് പ്രേഷണം ചെയ്യുവാനുള്ള ഒരു മാർഗമാണ് ഈ തരംഗചലനം. പേജ് നമ്പർ 12 കിടപ്പുണ്ട്, വായിക്കണം. ഈ തരംഗങ്ങളെ നമ്മൾ 2ആയിട്ട് തരംതിരിക്കുകയാണ്. വൈദ്യുത കാന്തിക തരംഗം ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്നും യാന്ത്രിക തരംഗം മെക്കാനിക്കൽ വേവ് എന്നും. എന്താ ഇതാ? സഞ്ചരിക്കുവാൻ മാറ്റം ആവശ്യമില്ലാത്ത, പ്രേഷണത്തിന് മാറ്റം ആവശ്യമില്ലാത്ത തരംഗങ്ങളാണ് പൊതുവെ നമുക്ക് പറയാം വൈദ്യുത കാന്തിക തരംഗങ്ങൾ. മീഡിയം നോട്ട് നെസസറി ഫോർ ദ പ്രൊപ്പഗേഷൻ. എന്നാൽ യാന്ത്രിക തരംഗങ്ങൾക്ക് അങ്ങനെയല്ല. എ മീഡിയം ഈസ് നെസസറി ഫോർ ദ പ്രൊപ്പഗേഷൻ. എന്താ മീഡിയം ആവശ്യമുള്ളതോ മെക്കാനിക്കൽ വേവ്സ്, മീഡിയം ആവശ്യമില്ലാത്തതോ ഇലക്ട്രോ മാഗ്നറ്റിക്. അങ്ങനെ തരം 2ആക്കി നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം. ഇനി യാന്ത്രിക തരംഗങ്ങളെ നമ്മൾ 2ആയിട്ട് തരംതിരിക്കുന്നു. അനുപ്രസ്ഥ തരംഗം, ദൈർഘ്യ തരംഗം, ട്രാൻസ്വേഴ്സ് വേവ്, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? എന്താണ്? ഒരു ചരടാണ് AB എന്ന ഒരു ചരട്. ആ ചരടിനകത്ത് ഞാൻ ഒരു കമ്പ് കൊണ്ട് ഒരു അടി കൊടുക്കുമ്പോൾ ആ ചരടിനകത്ത് ഇങ്ങനെ ഉയർച്ചയും താഴ്ചയും ഇങ്ങനെ ഉണ്ടാകും. ഈ ഉയർച്ചയെ ഞാൻ ശൃംഗം ക്രസ്റ്റ്, താഴ്ചയെ ട്രഫ് എന്ന് പറയും. എന്താ? ഒരു ശൃംഗവും ഒരു ഗർത്തവും കൂടെ ചേർന്നാൽ ഒരു തരംഗമുണ്ടാകും. ഈ തരംഗം എയിൽ നിന്നും ബിയിലേക്ക് സഞ്ചരിക്കുകയാണ് ഈ ചരടിൽ കൂടി. എന്നാൽ ചരടിലെ ഇത്രയും ഭാഗത്തെ കണികകൾ മുകളിലേക്ക്, ഇത്രയും ഭാഗത്തത് താഴേക്ക്. ഇവിടെ നോക്കാം. തരംഗത്തിന്റെ പ്രേഷണ ദിശ, അതിന് ലംബമായ ദിശയിൽ മാധ്യമത്തിലെ കണികകൾ കമ്പനം ചെയ്യുന്ന തരംഗങ്ങളാണ് അനുപ്രസ്ഥ തരംഗങ്ങൾ എന്ന് പറയുന്നത്. ടെക്സ്റ്റിനകത്തുനിന്ന് ഡെഫിനിഷൻ പഠിച്ചു വെക്കണം. ഇതിൽ ഉദാഹരണങ്ങളാണ് ചരടിലെ തരംഗമുണ്ട്, എന്താ വേവിന്റെ സ്ട്രിംഗ് ഉണ്ട്, വൈദ്യുതകാന്തിക തരംഗമുണ്ട്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഉണ്ട്, ജലതരംഗമുണ്ട്, പ്രകാശ തരംഗം. All these are examples of അനുപ്രസ്ഥ തരംഗം, ട്രാൻസ്വേഴ്സ് വേവ് ഉദാഹരണങ്ങളാണ് ഇതെല്ലാം. ഇനി കുറെ ചെറിയ ചെറിയ ചോദ്യങ്ങൾ ഇവിടെ എഴുതിയിട്ടിരിക്കുകയാണ് ഞാൻ. എന്താണ്? ഒരു ശൃംഗവും ഒരു ഗർത്തവും കൂടെ ചേർന്നാൽ ഒരു തരംഗം. ഒരു ശൃംഗം മുതൽ അടുത്ത ശൃംഗം വരെയുള്ള ദൂരം, അത് തന്നെയാണ് ഒരു ഗർത്തം മുതൽ അടുത്ത ഗർത്തം വരെയുള്ള ദൂരം. അത് തന്നെയായിരിക്കും ഒരേ കമ്പനാവസ്ഥയിലുള്ള 2 ബിന്ദുക്കൾ തമ്മിലുള്ള അകലം. ഒരു കമ്പനം പൂർത്തിയാക്കുന്ന സമയം കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരമാണ് ഈ പറഞ്ഞത്. അതിനെയാണ് തരംഗ ദൈർഘ്യം. കിടക്കുന്നു തരംഗ ദൈർഘ്യം. ഇനി അപ്പൊ ഒരു ശൃംഗം മുതൽ അടുത്ത ഗർത്തം വരെയുള്ള ദൂരം എന്തായിരിക്കും? തരംഗദൈർഘ്യത്തിന്റെ പകുതി നടക്കുന്നു, വേവ് ലെങ്തിന്റെ പകുതി, λ/2. ഇനി ഇതൊക്കെ എന്താണ്? ഇത് പഠിച്ചിട്ടുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്. ഈ അകലം അതാണ് ആയത് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്. സൈക്കിൾ ഒരു ശൃംഗവും ഒരു ഗർത്തവും കൂടെ ചേരുന്നതാണ് ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. തരംഗ ദൈർഘ്യം ഡെഫിനിഷൻ ഉണ്ടല്ലോ. പ്രവേഗം വെലോസിറ്റി, ഡിസ്റ്റൻസ് ട്രാവൽഡ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഇൻ യൂണിറ്റ് ടൈം ഈസ് നോൺ ആസ് വെലോസിറ്റി എന്നൊക്കെ പറയാം. ആ വെലോസിറ്റി തരംഗ ദൈർഘ്യത്തിന്റെയും
ആവൃത്തിയുടെയും ഗുണനഫലമാണ് എന്ന് പറയുമ്പോൾ ഇരിക്കുന്നുണ്ടോ, ആവൃത്തിയും തരംഗദൈർഘ്യം തമ്മിലുള്ള ബന്ധം. ആവൃത്തി കൂടിയാൽ തരംഗദൈർഘ്യം കുറയും, ആവൃത്തി കുറഞ്ഞാൽ തരംഗദൈർഘ്യം കൂടും. വിപരീത അനുപാതത്തിൽ പ്രവേഗം, ഒരു സെക്കൻഡ് കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രവേഗം. അതെന്ന് പറയുന്നത് ആവൃത്തിയുടെയും തരംഗദൈർഘ്യത്തിന്റെയും ഗുണനഫലമാണ്. അപ്പൊ 3 ഇക്വേഷൻ, v = f × lambda, f = v / lambda, lambda = v/f. പ്രോബ്ലം വരും, ശ്രദ്ധിക്കാൻ. ഒരു 2 സെക്കൻഡ് കൊണ്ട് ഒരു ചലനമുണ്ടായ തരംഗങ്ങളുടെ ഗ്രാഫിക് റെപ്രസെന്റേഷൻ ആണ് ഇവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഒരുപാട് ചോദ്യങ്ങൾ വരാം, ഒരുപാട്. ചില ചോദ്യങ്ങൾ ഞാനൊന്ന് പരിചയപ്പെടുത്തുകയാണ്. ഇതാണ്ടേ 0, 2, 4, 6, 8, 10, 12, 14, 16 എക്സ് ആക്സിസിൽ തരംഗദൈർഘ്യം കൊടുത്തിരിക്കുന്നു മീറ്റർ. എത്ര സെക്കൻഡ് കൊണ്ടാണ്? 2 സെക്കൻഡ് കൊണ്ടാണ്. ഇത് ഇത്രയും മനസ്സിൽ വെച്ചുകൊണ്ടിട്ട് പറയാം. എത്ര തരംഗങ്ങളുണ്ട്? ഒരു ശൃംഖം ഗർത്തം 1, 2, 3, 4 n = 4. കണ്ട. രണ്ടാമത്തെ ചോദ്യം, ആവൃത്തി എത്ര? f = n/t. n എത്ര? 4. t എത്ര? 2 ഹെർട്സ്. ഇനി തരംഗദൈർഘ്യം ഇവിടെ 0 ശൃംഖം ഇവിടെ തുടങ്ങുന്നു, അടുത്ത ശൃംഖം തുടങ്ങുന്നതായി ഇവിടെ. 0-യും 4-യും തമ്മിലുള്ള ഡിഫറൻസ് 4. 2 എടുക്കുന്നെങ്കിൽ 6 എടുക്കണം, എന്നാലും 4. വേണ്ടേ? തരംഗദൈർഘ്യം ലാംഡ 4 മീറ്റർ. ഇത് രണ്ടുമാണെങ്കിൽ പ്രവേഗം എത്ര? v = f × lambda. 2 × 8 മീറ്റർ/സെക്കൻഡ്. എന്നാൽ വേഗത എത്ര അത് ചോദിക്കാം, സ്പീഡ് എത്ര അത് ചോദിക്കാം. ഡിസ്റ്റൻസ് ബൈ ടൈം ആണല്ലോ സ്പീഡ്. ഡിസ്റ്റൻസ് എത്ര? 16 മീറ്റർ. കണ്ടോ? സമയം എത്ര? 2. Again getting the same answer, 8 മീറ്റർ/സെക്കൻഡ്. ആയതി മുകളിലോട്ട് എടുക്കാം, താഴേക്ക് എടുക്കാം. അവിടെ പ്ലസും മൈനസും ഒന്നും എഴുതണ്ട. ആയതി ഈ ഗ്രാഫിനകത്ത് 2 സെന്റിമീറ്റർ. ഇത് ഏതാ തരംഗം? അനുപ്രസ്ഥ തരംഗമാണ്. ഒരു ഉദാഹരണം എഴുതാമല്ലോ. ഇങ്ങനെ പല പല ചോദ്യങ്ങളും ഇതിനകത്തുനിന്ന് വരാം. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വീഡിയോ കാണണം. ഞാനും എൻ്റെ ചാനലും നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഓക്കെ, ബൈ ബൈ. സീ യു ഇൻ ദ നെക്സ്റ്റ് ടൈം.